ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? പിന്നെ എന്തൊക്കെയുണ്ട്, ഇതൊരു ദിവസം, ഇത് കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ ആട്ടോ. ഇത് നമ്മൾ പിന്നെ വേറെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. കാരണം എന്താണെന്നറിയില്ല, ഇപ്പോൾ വീഡിയോസൊന്നും എടുക്കാനുള്ള യാതൊരു മൂഡും ഇല്ല. ഇങ്ങനെ ഇപ്പോൾ വീഡിയോസ് എടുക്കണം എന്നുള്ള യാതൊരു ചിന്തയൊന്നുമില്ല. ഞാൻ ഈ ആഴ്ച ഒന്നും എടുത്തിട്ടില്ല. അതാണ് വേറൊരു കാര്യം. എന്നാലും ചെയ്യണം എന്നുള്ള ഇതുകൊണ്ട് ഇപ്പോൾ ഈ ആഴ്ചയിൽ ഇപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. ഞാൻ വേറെ ഒന്നും നോക്കിയിട്ടും പോലും ഇല്ല. കാരണം കുറച്ച് വീഡിയോസ് എടുക്കാനുള്ളൊരു മാനസികാവസ്ഥയിലല്ലാത്തത് കൊണ്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ അത് എടുക്കാനുള്ളൊരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ ആയിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളൊരു ദിവസം എന്താ പറയുക, ഉച്ചക്കലത്തെ കാര്യങ്ങളാണ് നമ്മളിതിൽ കാണിക്കണേ. നമ്മളിപ്പോൾ ചോറ് വയ്ക്കുന്ന കാര്യങ്ങളും അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്കുള്ള കറി, അതായത് ചേമ്പ് മോര് കൂട്ടാനാണ് വെച്ചത്. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായ മാങ്ങ, അപ്പോൾ അത് ചെറിയ കണ്ണി മാങ്ങകൾ ഉണ്ടാവുമല്ലോ, അത് കുറച്ചുകൂടി വലുപ്പമായതൊക്കെ. അപ്പോൾ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ഇൻസ്റ്റൻ്റായിട്ട് ഒരു അച്ചാർ തയ്യാറാക്കി, അതൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഇപ്പോൾ ഫെബ്രുവരി ഒക്കെ എന്താ പറയുക, ഫെബ്രുവരി അല്ലേ, ഇത് മാർച്ചല്ലേ? ഫെബ്രുവരി പകുതി ആയപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്, ചൂട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ട് നമുക്ക് ഇപ്പോൾ എൻ്റെ അടുക്കളയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെറിയൊരു അടുക്കളയാണ്. അധികം ഇങ്ങനെ എന്താ പറയുക, എയർ സർക്കുലേഷൻ കുറവാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ രാത്രിയാണെന്നും തീരെയും പറ്റില്ല. അപ്പോൾ പിന്നെ എനിക്കൊരു സ്വഭാവം ഉണ്ടല്ലോ, ഈ എന്തെങ്കിലും ഇടയിൽ ഇങ്ങനെ എന്തെങ്കിലും കുടിക്കുക എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഓറഞ്ച് ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലുണ്ടായതല്ല കേട്ടോ, അത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഓറഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ജ്യൂസ് ഒന്ന് അടിച്ച് കുടിക്കാമെന്ന് കരുതി. നല്ല ചൂടൊക്കെ അല്ലേ ഇപ്പോൾ. അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മറ്റേ ഓറഞ്ചാണ് കേട്ടോ, നമ്മൾ ജ്യൂസിനൊക്കെ യൂസ് ചെയ്യുന്ന നമ്മൾ സാധാരണ ഓറഞ്ചില്ലേ, അതല്ല ഇത്. ഇതിന് വേറെ പേര് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതും പിന്നെ സാധാരണ ഓറഞ്ച് കൂടിയും അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഓറഞ്ചസ് എടുത്തിരിക്കുന്നത്.
അപ്പോൾ അതാ നമ്മൾ അരിക്ക് വേണ്ടിയിട്ട് കലത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എൻ്റെ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് കെറ്റിലേക്കൊക്കെ ആക്കിയതിന് ശേഷമാണ് നമ്മൾ അരി പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. കെറ്റിൽ ഓൾറെഡി ഇതാണ്, ഇലക്ട്രിക് കെറ്റിലാണ്. എന്നാലും കൂടിയും ഞാൻ പിന്നെ ഏതായാലും വെള്ളം നമ്മൾ കലത്തിൽ വയ്ക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ അത് അങ്ങോട്ട് അതിൽ തന്നെ എടുക്കാമെന്ന് കരുതിയിട്ടൊക്കെയാണ്. അപ്പോൾ ഇത് രണ്ടും കെറ്റിലാണ്. ഒരെണ്ണം ഇലക്ട്രിക് അല്ല കേട്ടോ, ഇത് ഇലക്ട്രിക്കല്ല, ഇത് നമുക്ക് ഗ്യാസിലൊക്കെ വെച്ചിട്ട് ഇതാക്കാം. മറ്റത് ഇലക്ട്രിക്കായിരുന്നു. അപ്പോൾ വെള്ളം ആക്കിയതിന് ശേഷം പിന്നെ നമ്മളതിൽ അരിയിട്ട് അങ്ങനെ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഉച്ചയ്ക്ക് എന്താ പറയുക, ചേമ്പ് മോര് കൂട്ടാനായിരുന്നു. അപ്പോൾ ചേമ്പിനുള്ള നമ്മുടെ വീട്ടിലുണ്ടായത് തന്നെയാണ് ചേമ്പ്. അപ്പോൾ അത് മോര് കൂട്ടാനായിട്ട് വെക്കാനുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. അപ്പോൾ ചേമ്പ് മോര് കൂട്ടാൻ നിങ്ങൾക്കൊക്കെ അറിയുമെന്ന് കരുതുന്നു. ഞാൻ ഇതിൻ്റെ മുന്നേ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ രണ്ട് രീതിയിലും നമുക്ക് ചേമ്പ് മോര് കൂട്ടാൻ വെക്കാം. അതായത് ഒന്ന് നാളികേരം ചേർക്കാതെയും വെക്കാം, അത് ചേർക്കാതെയും വെക്കാം, നാളികേരം ചേർത്തിട്ടും വെക്കാം. ഇതിപ്പോൾ നമ്മൾ നാളികേരം ചേർക്കാതെയാണ് വെക്കുന്നത്. ഓൾറെഡി ചേമ്പിനൊരു കൊഴുപ്പുണ്ടാവും. അപ്പോൾ നാളികേരം കൂടിയും ചേർക്കുമ്പോൾ ഭയങ്കരമായിട്ടൊരു മന്നപ്പായിട്ടുള്ളൊരു കറിയായിരിക്കും. അപ്പോൾ അത് കാരണം ഞാൻ നാളികേരം അധികം അരച്ച് ചേർക്കില്ല. ജസ്റ്റ് മോരുണ്ടെങ്കിൽ തൈരോ ചേർത്തതിന് ശേഷം കടുക് വറുത്ത് ഇടാണ് ചെയ്യുക, ചേമ്പ് വേവിച്ചിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള അത് ഒക്കെ പെട്ടെന്ന് പണി തീരുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എന്താ പറയുക, ചേമ്പ് മോര് കൂട്ടാൻ തയ്യാറാക്കാറ്. ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ വിക്രം മാങ്ങ അങ്ങനെ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് നമ്മൾ അച്ചാറിനൊക്കെ ഇൻസ്റ്റൻ്റായിട്ടുള്ള അച്ചാർ ഇട്ടാൽ, അതായത് വെറുതെ നമ്മൾ മുളക് ഉപ്പൊക്കെ ഇട്ടിട്ട് വെക്കുമല്ലോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, അതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തു, പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് കായപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ. ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നത്. ഇത് ഞാൻ ഒന്നും ചൂടാക്കിയിട്ടില്ല, ഓയിലൊന്നും ചൂടാക്കാതെയാണ് നമ്മളിതിലേക്ക് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി അതിലേക്ക് ഈ പറഞ്ഞ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് എന്താ പറയുക, ഈ മാങ്ങ പീസസ് ചേർത്ത് കൊടുത്തിട്ട് തയ്യാറാക്കാം. അപ്പോൾ ഇതൊരു ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങളൊക്കെ വീട്ടിൽ ചെയ്യുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും ഇത്. അപ്പോൾ ഞാനതിൽ കുറച്ച് കായ്പ്പൊടി ചേർക്കും, മുളക് പൊടി ചേർക്കും, ഉപ്പ് ചേർക്കും, കുറച്ച് ലേശം മഞ്ഞൾപ്പൊടി ചേർക്കും, പിന്നെ വെളിച്ചെണ്ണ ചേർക്കും. വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്ക് മറ്റേ എണ്ണ ഇല്ലേ, മറ്റേ നല്ലെണ്ണയോ അത് ചിലർ ചേർക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ചേർക്കാറുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളത് ഒരു ഗ്ലാസ് ജാറിൽ ആക്കി വയ്ക്കും, മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ല രസമാണ്. ഇവിടെ എനിക്ക് ഇങ്ങനത്തെ മാങ്ങാച്ചാറൊക്കെ ഇഷ്ടം. അല്ലാതെ മാങ്ങാച്ചാർ എനിക്കിഷ്ടമാണ്, പൊതുവിൽ എനിക്കിഷ്ടമാണ്. പക്ഷേ അപ്പോൾ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ഇങ്ങനത്തെ ടൈപ്പും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു സംഭവമാണ്.
അപ്പോൾ ഇതാ നമ്മൾ ചോറ് വാർത്തെടുക്കുകയാണ്. അതായത് ചോറ് വെന്തതിന് ശേഷം നമ്മൾ വാർത്തെടുക്കുന്ന പരിപാടിയാണ് കേട്ടോ ഇത്. അപ്പോൾ പല രീതിയിലും അതായത് മറ്റേ എന്താ പറയുക റൈസ് എന്താ പറയുക തന്നെ തെർമൽ കുക്കർ ഉണ്ടെങ്കിൽ കൂടിയും ഞാനിപ്പോൾ അത് അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇതിപ്പോൾ കുറച്ച് നേരത്തേക്കൊന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഇതുപോലെ വറുത്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഒന്ന് ജസ്റ്റ് 2-3 തള തിളച്ചിട്ട് പിന്നെ തെർമൽ കുക്കറിൽ ഇറക്കി വെച്ചിട്ട് പിന്നെ ആ സമയമാകുമ്പോൾ നമ്മൾ ഊറ്റിയെടുക്കാറ് വറുത്ത് വയ്ക്കാറാണ് പതിവ്. പക്ഷേ ഇപ്പം അങ്ങനെ കുക്ക് ചെയ്തതിന് ശേഷം അരി കുക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, മാങ്ങച്ചാൽ നമ്മൾ വെളിച്ചെണ്ണ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ചേമ്പ് മോര് കൂട്ടാൻ നമ്മൾ തൈര് ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. കാരണം കട്ട ഉണ്ടെങ്കിൽ അതൊന്ന് ഒന്ന് പോകാൻ വേണ്ടിയിട്ടൊന്ന് മിക്സിയിൽ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുക. ഇതേ കണ്ടില്ലേ, ഞാൻ വേറെ എക്സ്ട്രാ നാളികേരം അങ്ങനത്തെ സംഭവമൊന്നും ഞാൻ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കണ്ട, കുഴപ്പമൊന്നുമില്ല. നാളികേരം ചേർത്ത് അരച്ച് അങ്ങനെയും കറി തയ്യാറാക്കാം. പക്ഷേ ഈ ചേമ്പിൽ തന്നെ ഓൾറെഡി ഒരു കൊഴുപ്പുണ്ട്. അപ്പോൾ പിന്നെ ഇത് നമ്മൾ ഇരിക്കും തോറും ഇത് കൂടുതലും കുറുകി തന്നെ വരും. അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ നാളികേരം അധികം ചേർത്തില്ല. സോ ഗൈസ്, അപ്പോൾ നമ്മളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയൊരു എന്താ പറയുക ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മുന്നത്തെ വീഡിയോസൊക്കെ കാണുക. ഒരുപാട് റെസിപ്പീസ് നമ്മളിതിൽ മുന്നിട്ടിട്ടുണ്ട്. നമ്മളൊക്കെ ഒരുപാട് കുക്കിംഗ് വീഡിയോസ് ചെയ്തിട്ടില്ല. ഈയിടെ നമുക്ക് ചെയ്യാനുള്ള ഭയങ്കര മടിയായതുകൊണ്ടാണ് മടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി കുറേ കുക്കിംഗ് ചാനൽസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ നമ്മളും ഇടുമ്പോൾ ഈ പറഞ്ഞ പോലെ ആരും കാണുന്നൊന്നുമില്ല. കുക്കിങ്ങായിട്ട് ആരും അങ്ങനെ അധികം കാണുന്നത് കുറവാണ്. പിന്നെ നമ്മളെന്തെങ്കിലും വിശേഷങ്ങൾ അറിയാനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെയും ആൾക്കാരുണ്ടാവും. അതാണ് എൻ്റെ കാര്യം. അപ്പോൾ അതുകൊണ്ട് എന്തായാലും മുന്നേ ഒരുപാട് റെസിപ്പീസ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ കാണുക, പഴയ വീഡിയോസൊക്കെ എടുത്ത് കാണുക. പിന്നെ ഇടയ്ക്ക് ഞാൻ കുക്കിംഗ് വീഡിയോസ് ഇടും, ഇല്ലയെന്നല്ല. പക്ഷെ എന്നാലും നിങ്ങളൊന്ന് നോക്കാം കേട്ടോ.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. ഇപ്പോൾ പരീക്ഷ നടക്കുന്നതുകൊണ്ട് എനിക്ക് വീഡിയോസ് എടുക്കാനും പറ്റുന്നില്ല, ബിക്കോസ് അവനെ പഠിക്കാൻ ഇരുത്തുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയിൽ പരീക്ഷയുള്ളൂ. അതിനുശേഷമാണ് ഇനി നമ്മൾ വീഡിയോസ് ചിലപ്പോൾ ശരിക്കും ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ മഴ പെയ്തപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. ആദ്യമായിട്ട് വേനൽ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.